കാണാനില്ല. ഓ, ഈ പത്രത്തിലെ അക്ഷരം ഒന്ന് കാണാൻ. ഈ ഹൗവ എവിടെ പോയതാണോ? രാവിലെ ഇങ്ങനെ ഇറങ്ങിയേക്കും പാചകം അടിച്ച് വീടിൽ നിറങ്ങി നടക്കുക. ഞാൻ നമ്മളൊന്ന് വിളിച്ചു നോക്കണം. എന്നാ ബിസിയാണ്. അവളെ കൂട്ടുകാരിയാണ്. ചെറിയ ഫോണാണ് അവര് കോൾ എടുക്കുന്നത്. ഹലോ, പിങ്കി അല്ലേ? ഹൗവയോടെ എല്ലാം വന്നായിരുന്നു. ഇല്ലെന്നോ? ശരി, ഞാൻ ഇവിടെ എല്ലാം തപ്പട്ടെ. ശരി ശരി, നാളെ വിളിക്കാവേ. നീ എവിടെ പോയാടി? നീ എന്നോട് പറഞ്ഞില്ല. നീ എന്നോട് പറഞ്ഞില്ലെന്ന്. ശരി, അതുകൊണ്ട് നീ കഴിക്കാനുള്ള എടുത്തോണ്ടോ? കഴിക്കാൻ പറ്റുമോ? അടുക്കളയിലോട്ടോ? എപ്പോഴും ഇത് തന്നെയാണ്. വേറെ എല്ലാം കഴിക്കാൻ ഉണ്ടാക്കാൻ മതി. ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയത്. എന്നാ പിന്നെ ഞാൻ നിന്നെ കെട്ടിയേ. നിങ്ങളോടാരും എന്നെ കെട്ടാൻ പറഞ്ഞു. ഓ, എന്നാ പറഞ്ഞാലും ഇവിടെ തർക്കുത്തരം. നീ എപ്പോഴും എന്തിനാണ് ഈ ദൈവത്തിനെ കാണുന്നത്? ദൈവം എന്നോട് ചെറിയൊരു സമ്മാനം കൊണ്ടുവരും, അത്രേ ഉള്ളു. നിങ്ങളുടെ സമാധാനം. ഞാൻ നിങ്ങൾക്ക് ഒരു TV കണ്ടിട്ട് പോകുന്നത്. ഇതിനകത്ത് 50 ചാനലുകളുണ്ട്. 50ാമത്തെ ചാനൽ നിങ്ങൾ ഒരു കാരണവശാലും കാണരുത്. ബാക്കി 49 ചാനലുകളും നിങ്ങൾക്ക് കാണാം. ഇതിന്റെ കൽപ്പനയാണ്. എന്നാ നിങ്ങൾക്ക് എന്റെ സമ്മാനം TV റിപ്പോർട്ടും. നിങ്ങൾ ഒരു കാരണവശാലും 50ാമത്തെ ചാനൽ കാണരുത്. അതിന്റെ കൽപ്പനയാണ്. ഞാൻ TV ഓണാക്കാം. എന്താ നിങ്ങളുടെ പ്രശ്നം? ദൈവം ഞങ്ങൾക്ക് സമ്മാനമായി TV വന്നു. അതിനെന്താണ് കുഴപ്പം? ദൈവം പറഞ്ഞ 50 ചാനലുണ്ട്. 49 ചാനലുകളാണ്. അതൊക്കെ ദൈവം ചുമ്മാ നിങ്ങളെ പറ്റിക്കുന്ന. നിങ്ങൾ ദൈവത്തെ പോലെ അതുകൊണ്ടാണ് ദൈവം 50ാമത്തെ ചാനൽ നിങ്ങളോട് കാണരുത് പറഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടു. നിങ്ങൾ ദൈവത്തെ പോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, പലരും ഇവിടെ പലതും പറയാം. അതൊന്നും ഇവിടെ നടക്കത്തില്ല. ദൈവത്തിനോട് പോകാം. എന്നാടി നീ പറഞ്ഞു? ദൈവത്തിനോട് പോകാനോ? നിന്നെ ഞാൻ നീ എന്നെ അടിച്ചല്ലേ? ഇതൊന്നും വെക്കണ്ട, വേറെ എല്ലാം പറ്റും. അയ്യോ, ദൈവം വരുന്നു. ചിരിക്കാൻ നോക്കാം. നിങ്ങൾ എവിടെയാണ്? ദൈവം ഞങ്ങൾ ഒളിച്ചിരിക്കുക. വേഗം പുറത്തു വരൂ. നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടെ? 55 നിങ്ങളോട് ഞാൻ വിലക്കിയിരുന്നതാണ് 50ാമത്തെ ചാനൽ കാണരുതെന്ന്.
നീ ശ്രമിക്കുന്നില്ല. നിങ്ങളെ ഞാൻ ഏതൊക്കെ പുറത്താക്കിയിരിക്കുന്നു. ഇനി മുമ്പോട്ടുള്ള നാളുകൾ ടിവിയിൽ മുഴുവൻ നേരവും മെഗാ സീരിയൽ കണ്ട് നിങ്ങൾ മുമ്പോട്ടുള്ള കാലം കഴിച്ചു കൊടുക്കാം. ഇതായിരിക്കും നിങ്ങളുടെ ശിക്ഷ. മറക്കാവുന്ന എന്നെ എല്ലാം ചെയ്യണ്ട അവിടെ ഒന്നും അറിയാതെ നിൽക്കുക. ഒറ്റ വീക്കും കൂടെ തന്നുണ്ടല്ലോ. നീ ഒന്നും ചെയ്തില്ലല്ലോ. ദൈവത്തിനോട് ഒന്ന് പ്രാർത്ഥിക്കാം. വാ